CAG നിയമനത്തിൽ സുതാര്യത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. CAG നിയമനത്തിന് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവർ അടങ്ങിയ സമിതി വേണമെന്ന ആവശ്യം നിലവിലെ നിയമന രീതി സുതാര്യമല്ല എന്നും ഹർജിയിലുണ്ട്. ബി ബാലഗോപാൽ ചേർന്നു. വിവരങ്ങൾ. സെന്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന സംഘടന നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയിലെ നിലവിലെ നിയമന രീതി മാറ്റണമെന്നും പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതി ഈ നിയമനം നടത്തണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി. നിലവിലെ നിയമന രീതി സുതാര്യമല്ല എന്നായിരുന്നു ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് ഹർജിയിൽ ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് NK സിംഗും അടങ്ങുന്ന ബെഞ്ച് സുപ്രീം കോടതി ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സമിതിയിലെ നിയമനത്തിൽ സുതാര്യത അനിവാര്യമാണ്, അല്ലെങ്കിൽ അതിലൊരു വിശ്വാസ്യത വേണമെന്ന ഒരു അഭിപ്രായവും സുപ്രീം കോടതി നടത്തുകയും ചെയ്തു. ഏതായാലും ഈ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം വിശദമായ വാദം കേൾക്കണമോ എന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുന്നത്.